കുട്ടിക്കാലത്ത് ഇതുപോലുള്ള റാലി റേസുകൾ നമ്മളെ വളരെയധികം ത്രസിപ്പിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇതുപോലുള്ള കായിക ഇനങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം ലഭിക്കാറില്ല. അപ്പോഴും ഒരു പാലക്കാട്ടുകാരനുണ്ട്. ഏകദേശം 8 വർഷത്തിലധികമായി ഈ കാറിൽ കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ റാലി റേസുകളിൽ കുതിപ്പ് നടത്തുന്നു. ഇന്നത്തെ നമ്മുടെ കുതിപ്പ് ആ ചെറുപ്പക്കാരനൊപ്പമാണ്, ഫാബിത്. മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയും. FIA ഇവൻ്റാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് കോണ്ടിനെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ് ഈ ഖത്തറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ റോൾ കേജ്, ഈ കാണുന്ന പൈപ്പുകളാണ് ഏറ്റവും വലിയ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ക്രാഷിൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഡ്രൈവറിനെയും കോ ഡ്രൈവറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നിട്ടുള്ളതാണ്. അതിലുപരി പിന്നെ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ്സ് ഡിഫറെൻ്റ് ആണ്, സീറ്റ്സ് ഡിഫറെൻ്റ് ആണ്, സീറ്റ് ബെൽറ്റ്സ് ഡിഫറെൻ്റ് ആണ്, സ്റ്റിയറിംഗ് ഡിഫറെൻ്റ് ആണ്, ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, അതുപോലെ ക്ലോസ് റേഷ്യോ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതെല്ലാം മോർ ദാൻ സേഫ്റ്റി പെർഫോമൻസിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ റാലി റേസുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഇപ്പം അടുത്തൊരു കോ ഡ്രൈവർ ഉണ്ടാവും, അദ്ദേഹം ടെറൈനെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത് ഈ ഡ്രൈവിങ്ങിന് അത് എത്രമാത്രം സഹായകമാണെന്ന് നമുക്കറിയില്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അത് എത്രമാത്രം സഹായകമാണ്? കോ ഡ്രൈവർ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ ഒരു റാലി സ്റ്റേജിൽ അൺലൈക്ക് ട്രാക്ക് റേസിങ്, നമ്മൾ റോഡ് എപ്പോഴും സെയിം റൂട്ടിൽ 15 laps അല്ലെങ്കിൽ 20 laps അങ്ങനെയല്ല. വി ഡു ഫ്രം പോയിൻ്റ് A to പോയിൻ്റ് B. അപ്പോൾ ഈ റോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോ ഡ്രൈവറാണ് നമ്മൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഈ റാലിയുടെ മുന്നേ ഇത് പോയിട്ട് പ്രാക്ടീസ് ഇറക്കി എന്ന് പറയും. ആ റെക്കഗ്നൈസൻസിൽ നമ്മൾ പോയി ഈ റോഡിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി കോ ഡ്രൈവർ അത് തിരിച്ച് വായിച്ചു തരുന്ന ആ ഡിസ്ക്രിപ്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാർ ഇത്ര സ്പീഡിൽ ഇങ്ങനത്തെ ട്രാക്കിൽ ഓടിക്കാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത് നമ്മൾ റാലിയിൽ ഫേസ് ചെയ്യുന്ന ടെറൈനുകളാണ്. നമുക്ക് ഗ്രാവൽ ഉണ്ടാവാം, ടാർമാക്ക് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ടെറൈൻസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിലാണ് ഒരു റാലി ഡ്രൈവറിൻ്റെ ഏറ്റവും വലിയ കഴിവ്. AB മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.